കാലത്തിൻ്റെ കാവ്യനീതി, കാലം കാത്തുവച്ച മറുപടി എന്നീ പ്രയോഗങ്ങൾ മലയാളികൾക്ക് സുപരിചിതമാണ്. ഒരുപാട് ദുഷ്പ്രവൃത്തികൾ ചെയ്ത ഒരാൾക്ക് കാലാനുസൃതമായി തിരിച്ചടിയുണ്ടാകുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുവാനാണ് ഇത്തരം പ്രയോഗങ്ങൾ മലയാളികൾ നടത്താറുള്ളത്. ഇന്ന് അത്തരത്തിലുള്ളൊരു ദിവസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പതിറ്റാണ്ട് കാലം അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കേരളത്തെ അടക്കി ഭരിച്ച പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിക്ക് കാലം കാത്തുവെച്ച മറുപടിയായിട്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ടായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡിനെ ലോകം നോക്കിക്കാണുന്നത്. നമുക്കറിയാം, അധികാരം കയ്യാളിയിരുന്ന കാലത്ത് എല്ലാ അവിശുദ്ധ സഖ്യങ്ങളുടെയും ഭാഗമായി നിന്നുകൊണ്ട് എല്ലാ അവിശുദ്ധ രാഷ്ട്രീയ നീക്കുപോക്കുകളും നടത്തിക്കൊണ്ട് തൻ്റെ കൊള്ളരുതായ്മകളെല്ലാം മറച്ചു വെക്കുവാൻ പിണറായി വിജയന് സാധിച്ചു. എന്നാൽ മെയ് 4-ന് അധികാരം നഷ്ടമായതോടുകൂടി പിണറായി വിജയനെ ഇത്തരത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അധികാര കേന്ദ്രങ്ങളെല്ലാം അയാളെ കൈവിടുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്കുള്ളത്. ഇന്ന് പുലർച്ചെ 6:30 പിണറായി വിജയനും മകളും ഭാര്യയും മകളുടെ മകനും താമസിക്കുന്ന വീട്ടിലേക്കാണ് എൻഫോഴ്സ്മെൻറ്റ് സംഘം ആദ്യമായി കടന്നു കയറിയത്. ഈ വീട്ടിലുണ്ടായിരുന്നവരെയെല്ലാം പരിപൂർണ ബന്ധവസ്ഥയിലാക്കിക്കൊണ്ടാണ് ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് സംഘത്തിൻ്റെ പരിശോധന നടന്നത്. എന്തിൻ്റെ പേരിലാണ് പരിശോധന നടന്നത് എന്ന് ചോദിച്ചാൽ, പിണറായി അധികാരം കൈയാളിയിരുന്ന കാലത്ത്, പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കരിമണൽ കർത്ത എന്ന വിവാദ വ്യവസായിയിൽ നിന്ന് മാസപ്പടി ഇനത്തിൽ മകളായ വീണ വിജയൻ കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൈപ്പറ്റിയതിനെ ചൊല്ലിയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നത്. ഈ റെയ്ഡ് നടക്കുന്ന വേളയിൽ വൈകാരികമായി ഇതൊരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുവാനും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനും CPM-ൻ്റെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ശ്രമങ്ങളുണ്ടായി. അന്തം കമ്പികളായ ഒരു കൂട്ടം CPM അണികൾ പിണറായിയുടെ വീട്ടിന് മുമ്പിലേക്ക് എത്തിച്ചേരുകയും വളരെ വൈകാരികമായി വളരെ വയലൻ്റായി പ്രതികരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. മുദ്രാവാക്യം വിളികൾ കൊണ്ട് പ്രകോപനം സൃഷ്ടിച്ച ഇവർ പിന്നീട് റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയ എൻഫോഴ്സ്മെൻറ്റ് അധികൃതരെ കൂകി വിളിക്കുന്നതിനും നാം സാക്ഷിയായി. എന്നാൽ ഈ കളിയൊന്നും കേന്ദ്ര ഏജൻസികളുടെ അടുത്ത് നടപ്പാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. വലിയ കളി ഇറക്കിയാൽ ചോദ്യം ചെയ്യലിനായി അന്യ സംസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം പിണറായി വിജയൻ്റെ മകളെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ കൊണ്ടടച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത പരിതസ്ഥിതിയിലാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും CPM-ൻ്റെ സ്ഥാനം എന്നതുകൂടി ഈ അന്തം കമ്മികൾ ഓർത്തിരിക്കേണ്ടതാണ്. തൻ്റെ അണികൾ തന്നെ വഞ്ചിക്കുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കുവാൻ മാത്രമേ ഈ ഘട്ടത്തിൽ പിണറായി വിജയന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നാണ്. പിണറായി വിജയൻ്റെ ദുഷ്ചെയ്തികൾക്ക് ഇരയായ ധാരാളം ആളുകൾ ഇന്ന് ഈ ദിവസം ആഘോഷമായി കൊണ്ടാടുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ പേരുകാരനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിൻ്റെ മുൻ യുവ നേതാവും പാലക്കാടിൻ്റെ മുൻ MLA-യുമായ വ്യക്തി. അദ്ദേഹം പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ച് 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ പോസ്റ്റിന് 50,000-ലധികം ലൈക്കുകളും 1000-ലധികം ഷെയറുകളും 7,000-ലധികം കമൻറ്റുകളും ലഭിച്ചിട്ടുണ്ട്. ഒരു കൈലി ഉടുത്തുകൊണ്ട് ചുവന്ന ടീഷർട്ട് അണിഞ്ഞുകൊണ്ട് ഒരു ചുവന്ന കപ്പ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന തൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന് അടിക്കുറിപ്പായി അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഒരു കപ്പ് എടുക്കട്ടെ കപ്പ് കപ്പേ എന്ന ഡയലോഗാണ്. രാഹുൽ മാങ്കൂട്ടം ഏറെ അർത്ഥതലങ്ങളുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ കപ്പ് പങ്കുവെച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം എന്ന യുവരാഷ്ട്രീയ നേതാവിനെ എല്ലാ കാലത്തും അസഹിഷ്ണുതയോടുകൂടിയാണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്ന കാലത്ത് പോലീസിനെ ഉപയോഗിച്ച് രാഹുലിനെ പലവട്ടം വേട്ടയാടുവാനുള്ള ശ്രമങ്ങളും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു സമരം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുലർച്ചെ നേരം വെളുക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെത്തിയ പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട്. ഈ സംഭവം യഥാർത്ഥത്തിൽ അയാളെ വലിയ രീതിയിലുള്ളൊരു ഹീറോയാക്കി മാറ്റി എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തിനു മുമ്പിൽ ഒരു ഘട്ടത്തിലും തലകുനിക്കുവാനോ അതിന് ഒരു പ്രതിപക്ഷ ബഹുമാനം നൽകുവാനോ തയ്യാറാകാത്ത ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. പലപ്പോഴും പിണറായി വിജയനെ വിജയൻ എന്ന് അഭിസംബോധന ചെയ്തിരുന്ന രാഹുലിൻ്റെ ശൈലിയെക്കുറിച്ച് CPM പ്രവർത്തകർക്കുള്ളിലും വലിയ അമർഷം നിലനിന്നിരുന്നു. എന്നാൽ ഇതൊന്നും ഗൗനിക്കാതെയാണ് രാഹുൽ തൻ്റെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ വളരെ ബോധപൂർവം തന്നെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് അയാളെ കേസിൽപ്പെടുത്തുവാൻ പിണറായി വിജയൻ
സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടായത് എന്ന യാഥാർത്ഥ്യവും നാം ഈ ഘട്ടത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്. രാഹുലിനെതിരെ അപവാദ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ഒരു പരാതിക്കാരി പോലും ഇല്ലാത്ത ഘട്ടത്തിൽ അയാൾക്കെതിരെ കേസെടുക്കുവാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറായി. പിന്നീട് ഈ അന്വേഷണ സംഘത്തിലേക്ക് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ നിയോഗിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥയെ കൊണ്ട് ഇരയെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികളിൽ നിന്ന് നിർബന്ധപൂർവ്വം പരാതി എഴുതി വാങ്ങുവാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. ഇതൊന്നും വിജയിക്കാതെ വന്ന ഘട്ടത്തിലാണ് ചില മാധ്യമ പ്രവർത്തകരെ, ലക്ഷ്മി പത്മയെ പോലുള്ള ചില മാധ്യമ പ്രവർത്തകരെ കളത്തിലിറക്കിക്കൊണ്ട് ഈ പെൺകുട്ടിക്ക് മേൽ വലിയ സാമൂഹ്യ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് രാഹുലിനെതിരെ ആദ്യമായി ഒരു പരാതി പോലീസിന് മുമ്പിലേക്ക് എത്തുന്ന സാഹചര്യം പിണറായി സർക്കാർ സൃഷ്ടിച്ചെടുത്തത്. എന്നാൽ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് രാഹുലിന് ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ നടന്ന വാദങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു. അതായത് പരാതിക്കാരിയായ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ പെൺകുട്ടി അല്ലെങ്കിൽ യുവതി രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതും കിടക്ക പങ്കിട്ടതും മറ്റൊരാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ തന്നെയാണ് എന്ന് പറയുന്നിടത്ത് സുപ്രീം കോടതിയുടെ വിധികൾ അനുസരിച്ച് ഇതൊരു പീഡനമേ അല്ല എന്ന് തെളിയുകയായിരുന്നു. ഏതൊക്കെയാണെങ്കിലും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും പിണറായി വിജയൻ സർക്കാർ സൃഷ്ടിച്ചെടുത്തു. വാലും തലയുമില്ലാതെ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അർദ്ധരാത്രിയിൽ പാലക്കാട് MLA അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത വിവരം അതീവ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ടാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് നീക്കം നടത്തിയതും അത് വിജയിപ്പിച്ചതും. എന്നാൽ ഇവിടെ ഒരു സ്വാഭാവിക നീതിയുടെ നിഷേധം നടന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരാൾ ഒരു കേസിൽ കുറ്റാരോപിതനായാൽ അയാൾക്കെതിരെ കേസെടുത്താൽ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുവാനുള്ള സാവകാശം അയാൾക്ക് നൽകേണ്ടത് ഒരു സാമാന്യ നീതിയുടെ ഭാഗമാണ്. ഇത് അയാൾക്ക് നിഷേധിച്ചുകൊണ്ട് രാഹുലിനെ ജയിലിലടയ്ക്കണം എന്ന വാശിയോടുകൂടിയാണ് പിണറായി വിജയൻ്റെ പോലീസ് ഇവിടെ പെരുമാറിയത് എന്ന കാര്യത്തിലാണ് തർക്കമില്ലാത്തത്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക്, പീഡനത്തിനിരയായ പെൺകുട്ടികൾക്ക് നീതി നടപ്പാക്കുവാൻ വേണ്ടിയല്ല പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായത്. നേരെ മറിച്ച് പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ വിമർശിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള പിണറായിയുടെ അധികാര ദുർവിനിയോഗം തന്നെയായിരുന്നു ഈ നീക്കങ്ങൾ എന്ന കാര്യത്തിലും യാതൊരു തർക്കവും ഉദിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായതിനു പിന്നാലെ ആദ്യ കേസിൽ രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ള ആദ്യ കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടി അതിവൈകാരികമായ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് താൻ നഷ്ടപ്പെടുത്തിയ ഭ്രൂണഹത്യ ചെയ്യുവാൻ നിർബന്ധിതയായ ആ ഭ്രൂണത്തെ ഓർത്ത് ലവ് യു ടു ദി മൂൺ ആൻഡ് ബാക്ക് എന്നൊരു കോട്ട് പങ്കുവെക്കുകയുണ്ടായി. പിന്നീട് ഈ കേസിൻ്റെ അന്തർനാടകങ്ങളിൽ നിർണായക പങ്കുവഹിച്ചു എന്ന് രാഹുലിനോട് അടുത്തു നിൽക്കുന്നവർ വിശ്വസിക്കുന്ന മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയും ഇതേ കോട്ട് തന്നെ പങ്കുവെക്കുകയുണ്ടായി. അതിനുശേഷമാണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ ഒരു PR നാടകത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത്. ഒരു പൊതുവേദിയിലിരിക്കുന്ന മുഖ്യമന്ത്രി ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി പങ്കുവെച്ച കോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കപ്പ് ഉയർത്തി ചായ കുടിക്കുന്ന ഒരു ചിത്രമാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് പങ്കുവെക്കപ്പെട്ടത്. ഇത്തരത്തിൽ രാഹുൽ വേട്ടയുടെ ഒരു സിംബോളിക് ഐഡലായി ഈ കപ്പിൽ രേഖപ്പെടുത്തിയിരുന്ന ലവ് യു ടു ദി മൂൺ ആൻഡ് ബാക്ക് എന്ന വരികളും ഹിറ്റായി മാറുകയായിരുന്നു. ഇടത് പ്രൊഫൈലുകൾ ഇത് വ്യാപകമായി ആഘോഷിക്കുകയും കോൺഗ്രസിനെയും UDFനെയും രാഹുൽ മാങ്കൂട്ടത്തെയും പ്രതിരോധത്തിലാക്കുവാൻ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു കപ്പ് ഉപയോഗിച്ച് പിണറായി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള പരിഹാസം കലർന്ന മറുപടിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന വസ്തുതയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ചുവന്ന കപ്പെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കപ്പെടുക്കട്ടെ കപ്പേ എന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ രാഷ്ട്രീയ നേതാവ് പറയുമ്പോൾ അത് പിണറായി വിജയൻ്റെ ചങ്കിൽ കഠാര കുത്തി ഇറക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മകൾ അഴിമതി കേസിൽ അകത്താകുമെന്ന ഘട്ടത്തിൽ മകളോടൊപ്പം തന്നെ മരുമകനും മകനും അഴിമതി കേസിൽ അകത്തു പോകുമെന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന പിണറായി വിജയന് നേരെ രാഹുൽ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. ഒരു കപ്പെടുക്കട്ടെ എന്ന് രാഹുൽ പറയുമ്പോൾ അതിൽ എന്തു വരികൾ എഴുതി ചേർക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ചിന്തിക്കുന്നത്. മുൻപ് തൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ നിയമസഭയിൽ പിണറായി നടത്തിയ ഒരു പ്രയോഗമുണ്ട്: മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ടതില്ല എന്ന്. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഒരു കപ്പിൽ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട എന്ന വരികൾ എഴുതി വെച്ച് അതിൽ നിന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കുന്നത് നന്നായിരിക്കും എന്ന രാഷ്ട്രീയ ചിന്ത പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരിഹാസം കലർന്ന ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന വൈറലായിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.